വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ശൈലി മാറ്റത്തോടെ പുതിയ തുടക്കം കുറിച്ച് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ യാത്രയിൽ അധിക സുരക്ഷ വേണ്ടെന്ന് നിർദ്ദേശം നൽകി. പൈലറ്റും എസ്കോർട്ടും മാത്രം മതി, ജനങ്ങളെ വഴിയിൽ അനാവശ്യമായി തടഞ്ഞു നിർത്തരുതെന്നും DGPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. VS അനു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. VS അനു, എന്തായാലും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്ന ആൾ കൂടിയാണ്. ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ദൂർത്താണ് എന്നൊക്കെ വിമർശനം ഉന്നയിച്ച ആൾ കൂടിയാണ് വി ഡി സതീശൻ. അത് തന്റെ കാര്യത്തിൽ തന്നെ അത് നടപ്പാക്കുക തന്നെയാണ് ഈ സർക്കാരിന്റെ പ്രവർത്തനം തുടക്കം കുറിക്കുന്നത്. രുചീഷ്, നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ആദ്യ നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവിക്കാണ്. അദ്ദേഹം പറയുന്നത് തനിക്ക് അധിക സുരക്ഷ വേണ്ട എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. തനിക്ക് പൈലറ്റ് വാഹനം മാത്രം മതി എന്ന് പറഞ്ഞെങ്കിലും ഇസഡ് കാറ്റഗറി മുഖ്യമന്ത്രിയാകുമ്പോൾ സ്വാഭാവികമായും ഇസഡ് കാറ്റഗറി സുരക്ഷ നൽകേണ്ടി വരും. അതുകൊണ്ട് എസ്കോർട്ട് ഒഴിവാക്കാൻ കഴിയില്ല എന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരൻ തിരികെ അറിയിച്ചു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വാഹനത്തെ കൂടാതെ എസ്കോർട്ടും പൈലറ്റും, അതായത് 3 വാഹനങ്ങൾ മാത്രമാകും ഉണ്ടാവുക. മുഖ്യമന്ത്രിയുടെ വാഹനം ഉൾപ്പെടെ ഇതാണ് ഇപ്പോൾ അദ്ദേഹം നൽകിയിരിക്കുന്ന നിർദ്ദേശം. അധിക സുരക്ഷ വേണ്ട. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുന്നതിന്റെ പേരിൽ ആളുകളെ അനാവശ്യമായി ഒരിടത്തും തടഞ്ഞു നിർത്തരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ശൈലി മാറ്റം രുചിച്ച് പറഞ്ഞതുപോലെ വേണമെങ്കിൽ കഴിഞ്ഞ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ കാവൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സംബന്ധിച്ച് വലിയ സുരക്ഷ അദ്ദേഹത്തിന് നൽകിയിരുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇസഡ് കാറ്റഗറി സുരക്ഷയുണ്ടായിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് കരുതി വലിയ സുരക്ഷാ സംവിധാനങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തിന്റെ വാഹനം കടന്നു പോകുന്ന വഴിയിലൊക്കെ ഈ ആളുകളെയൊക്കെ തടഞ്ഞു നിർത്തുന്നതൊക്കെ നമുക്ക് സ്വാഭാവികമായും കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയായിരുന്നു. അങ്ങനെ ഒരു കാഴ്ച വേണ്ട എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ വി ഡി സതീശൻ നൽകിയിരിക്കുന്നത്. VS അനു, എന്തായാലും ഈ തരത്തിൽ സുരക്ഷ, അത് പലപ്പോഴും ഈ സുരക്ഷാ സംവിധാനം നൽകുന്നത് അതിന്റെ ആ സാഹചര്യം കൂടി കണക്കിലെടുത്താണ്. എന്തായാലും ഇത്തരം ഒരു തുടക്കം ഉണ്ടായെങ്കിൽ കൂടി ഇനി വരുന്ന ആളുകളിലും ഇത് തുടരുക എന്നത് ആ പ്രതിഷേധവും മറ്റു കാര്യങ്ങളൊക്കെ അനുസരിച്ചാകും ഇനി അതിന്റെ ഒരു ഭാവി. തീർച്ചയായും രുചീഷ്, ഇനി ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന വി ഡി സതീശന് നേരെ പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ സമരമോ മറ്റ് പ്രശ്നങ്ങളും ഉണ്ടായാൽ സ്വാഭാവികമായും ആ സമയത്ത് സുരക്ഷ കൂട്ടും. പക്ഷെ അദ്ദേഹം പറയുന്നത് സാധാരണഗതിയിൽ അദ്ദേഹത്തിന് എസ്കോർട്ടും പൈലറ്റും മാത്രം മതി ഇപ്പോൾ നിലവിൽ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം. അതാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടി സംസ്ഥാന പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്.